എന്താണ് അലിൻ ജോസ് ഇപ്പൊ റിവ്യൂ ഒന്നും കാണുന്നില്ല? റിവ്യൂവിന്റെ ഇപ്പൊ ട്രെൻഡൊക്കെ ഒരു ഇത് മാറി അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെൻഡ് മാറ്റി പിടിക്കാനായിട്ട് ഇപ്പൊ അലിയേട്ടന്റെ പറ്റി ഡാൻസ് ചെയ്തു, അതും ഭയങ്കര ചർച്ചയായി. പിന്നെ ബ്ലഡി നൈറ്റ്, അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് ഇപ്പൊ റിലീസായി. നേര്, അതൊക്കെ സൂപ്പർ ഹിറ്റ് ആണ്. അപ്പൊ അങ്ങനെ ട്രോള് വന്നാൽ മതി, നമുക്ക് വേണ്ട ട്രോളാണല്ലോ, റീച്ച് ആണല്ലോ. റീച്ചിന് വേണ്ടി നമ്മൾ എന്ത് മണ്ടത്തരങ്ങളും കാണിക്കും. ഡാൻസ് ഒക്കെ ചെയ്യണ റിവ്യൂ ഉണ്ടായിരുന്നു, ബട്ട് ആ ഒരു വെറൈറ്റി രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ വന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് ആ ഒരു വൈറലായ വ്യക്തിയാണ് താങ്കൾ. ഇപ്പൊ ആ ഒരു സംഭവം ചെയ്യുന്നില്ല. അപ്പൊ വേറെ കുറെ ആൾക്കാരാണ് ഇപ്പൊ അവിടെ വരുന്ന ഒന്ന് ഡാൻസ് കളിച്ചിട്ടും. കിംബോയ്ക്ക് കുറച്ച് ഓവറാ, കിംബോയും കാസർഗോഡ് മനോജൊക്കെ കുറച്ച് ഓവറാണ്, എന്നേലും ഓവറാ. ഞാൻ താങ്കളെ ഇമിറ്റേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഞാൻ അത്ര ഇല്ല, ഞാൻ ചെറിയ ഇങ്ങനത്തെ സ്റ്റെപ്സ് മാത്രമേ പുള്ളി ഇങ്ങനത്തെ കൈ വിഷയം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പോയത്തറും മണ്ടത്തറും എന്നൊക്കെ പറയും. ഇന്നാളെ ചാന്തിയുള്ള ദിനേശ് തന്നെ കുറ്റം പറഞ്ഞു, അതിൽ എന്റെ പേര് അതേ പറയേണ്ട ആവശ്യമില്ല, ഞാൻ സൈഡിൽ ഒതുങ്ങി മാറിയിരിക്കുകയാണ്. ആ കോമാളി ഇമേജ് മാറ്റാൻ വേണ്ടി ഒന്ന് മാറിയതാണോ? മാറ്റാൻ വേണ്ടിയാണല്ലോ പല പല ഷോർട്ട് ഫിലിംസും ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. ചിലര് ഓവറായിട്ട് അഭിനയിക്കുന്നു പറയുന്നുണ്ട്. അഭിനയമാണല്ലോ ശരിക്കും അതിനകത്ത് പെർഫോം ചെയ്യുന്നത്. റിയലായിട്ട് അത്ര ക്വയറ്റായിട്ട് നിൽക്കുന്ന ഒരാളല്ല, ചാടി ഓടി നിൽക്കുന്ന ടൈപ്പാണ്. ഇപ്പൊ ബ്ലഡി നൈറ്റ് ആണെങ്കിലും നേരില് ക്യാരക്ടർ ഒരേപോലെ തോന്നുന്നു. കാരണം നേരില് ഒരു എടുത്തിയായിട്ടുള്ള സ്വഭാവം ഉണ്ട്, അത് എനിക്ക് റിയൽ ലൈഫിലുണ്ട്. റീസെന്റ് ആയിട്ട് നമ്മുടെ അശ്വന്ത് ഒക്കെ താങ്കളുടെ ആ ഡാൻസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ വൈറലായിരുന്നു. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എന്തോ അശ്വന്ത് ഒക്കെ ഇപ്പൊ താങ്കളുടെ ഡാൻസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് കളിച്ച് വൈറലായല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് അശ്വിൻ കോക്ക് നമ്മുടെ ഫെയിം യൂസ് ചെയ്ത് പുള്ളിക്ക് ഫണ്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നു. പണ്ട് സീക്രട്ട് റേഞ്ച് ഏതൊരു ഇതില് എന്റെ റീച്ച് ഉപയോഗിച്ച് പുള്ളി മറ്റേ പുള്ളിയുടെ ചാനലും റീച്ച് ആക്കാൻ നോക്കി. കാരണം റീച്ചാണ് പുള്ളി, എന്നാലും പെരേര എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് 2 പ്രാവശ്യം പറഞ്ഞു സീക്രട്ട് റേഞ്ചിൽ. അത് 1 പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം 1000 രൂപ തരാന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് സംഭവം പറഞ്ഞു. 1000 രൂപ ഒന്നാ റിവ്യൂ പറയാന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു. പക്ഷെ 1000 കിട്ടിയിട്ടുണ്ടായില്ല. പിന്നീട് അല്ല, സീക്രട്ട് റേഞ്ച് ബിഗ് ബോസ് താരം. അപ്പൊ പിന്നീട് പുള്ളി പറഞ്ഞത് നമ്മുടെ ഈ സുരേഷ് ഗോപിന്റെ പടം ഉണ്ടല്ലോ, സുരേഷ് ഗോപി സാറിന്റെ പടം, ബിജു മേനോനായിട്ടുള്ള പടം, മറ്റേ നമ്മുടെ കാവൽ മറ്റേ അതല്ല പടത്തില് പ്രിവ്യൂ എന്നെ വിളിച്ചില്ല, മനസ്സിലായ? അത്യാവശ്യം സിനിമയുടെ പ്രിവ്യൂ ഷോക്കിന് എന്നെ വിളിച്ച് ഞാൻ പോകാറുണ്ട്, കാണാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. അല്ലാത്ത സിനിമകൾക്കാണെങ്കിലും ഞാനിപ്പോ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാറുണ്ട്. ഇപ്പോ ഗറാണെങ്കിലും നമ്മുടെ മറ്റേ മന്ദാഗിരി ആണെങ്കിലും ഞാൻ പൈസ കൊടുത്താണ് കണ്ടത്. പിന്നെ ഒരുപാട് സിനിമകൾക്ക് നമ്മുടെ തലവനാണെങ്കിലും, തലവൻ ആദ്യം എനിക്ക് പടത്തെ സീരിയസ് ആയതുകൊണ്ട് അത്ര കാണാനായിട്ടുള്ളൊരു ഉത്കണ്ഠയില്ലായിരുന്നു. ഇപ്പോ നമ്മുടെ ലൈഫും കുറച്ച് സീരിയസ് ആയതുകൊണ്ട് കാണാനൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. ഇനിയിപ്പോ മുന്നോട്ടുള്ള പ്ലാൻ എന്താണ്? എന്താണ് ഇനി അടുത്തത്? നമ്മള് ഷോർട്ട് ഫിലിം ഒരെണ്ണം തുടങ്ങി വെച്ചിരുന്നു, യുദ്ധം കംപ്ലീറ്റ് ചെയ്യണം, പ്രദീപ് ഏലൂരിൻ്റെത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത്. ഡയറക്ടേഴ്സാണ് നമ്മളെ കൊണ്ട് പുതിയ സിനിമ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഡയറക്ടേഴ്സാണ്. ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് പിക്കപ്പായിട്ട് ബിൽഡപ്പായിട്ട് ചെയ്യാന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്ന ഡയറക്ടർ തന്നെ സിനിമാക്കാരൻ ഗിരി ചെയ്യുന്നുണ്ട്, അതിലും നല്ല വേഷം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിനീത് VS ഡയറക്ട് ചെയ്യുന്ന, നമ്മുടെ ബ്രൈറ്റ് അസോസിയേറ്റ് ഡയറക്ട് ചെയ്യുന്ന 5 ഹ്യൂമൻസ് എന്ന ഷോർട്ട് ഫിലിമും ചെയ്യുന്നുണ്ട്. പിന്നെ തലതെറിച്ചവന്റെ പാട്ടൊക്കെ വിജയിച്ചല്ലോ, തലതെറിച്ചവൻ, അതിന്റെ 8ാമത്തെ പാട്ട് ഡിസ്കഷൻ ഉണ്ട്. ഒരു നടിയായിട്ട് ഉള്ളൊരു കോമ്പിനേഷൻസും ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ, ഒരു ത്രില്ലർ ഗണത്തിലുള്ള സംഭവമാണ്. തലതെറിച്ചവൻ 2ഉം 3ഉം 6, 7 വരെ ഇറങ്ങി. അപ്പൊ 8ാമത്തെ ഭാഗമാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ റസാഖ് മട്ടാഞ്ചേരി ആയിട്ട് ഇപ്പോ അഭിലാഷ് ആട്ടയം ഡിസ്കഷൻ കഴിഞ്ഞു. കറക്റ്റായിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല, കാരണം കഥയായിട്ട് അത്ര പൊരുത്തപ്പെട്ടിട്ടില്ല റസാഖ് മട്ടാഞ്ചേരി. പക്ഷെ പൊരുത്തപ്പെടുമെന്ന് തോന്നുന്നു, കാരണം ഡിസ്കഷൻ ഇന്നലെ നടന്നു. കാരണം ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ക്ലാസ് മീഡിയയിൽ, റസാഖ് മട്ടാഞ്ചേരിയുടെ മീഡിയയിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളി പറഞ്ഞ കഥയുണ്ട്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ തലേദിവസം 1ഉം 2ഉം 6 വരെ ചെയ്തപ്പോൾ റസാഖ് മട്ടാഞ്ചേരി തന്നെ കഥ എഴുതി മനസ്സിൽ കണ്ട് സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് നേരിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ചതാണ്. അപ്പോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷ് ചേട്ടന്റെ കഥയിൽ റസാഖ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഒരു പരിധി വരെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് റസാഖിന്റെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. റസാഖ് ഇപ്പോ കിങ് ബോയിനെയും കാസർഗോഡിനെയും എന്നെയും വെച്ചൊരു കോപ്രായം, അവരുടെ കോപ്രായം എന്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് വേറിട്ടൊരു സംഭവം ചെയ്യാൻ നോക്കുന്നുണ്ട്.
അവർക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വർക്ക് കൊണ്ട് ചിലപ്പോ കാസർഗോഡും കിംബോയൊക്കെ നന്നായി പോകും. ഫുൾ ഓൺ ആയിട്ട് സിനിമ ഫീൽഡിലേക്ക് പോവാണ്. കിംബോയോട് പറയാനുള്ളത് ഇനി തിയേറ്ററിൽ നിങ്ങൾക്ക് കോപ്രായങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ ഡീസന്റ് ആയിട്ട് ഒരു ചെറിയ നടന്നു പോകുന്ന സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങൾ തിയേറ്റർ വെച്ച് എടുക്കാറുള്ളൂ. അല്ലാണ്ടുള്ള കോപ്രായങ്ങൾ കാണിക്കാണ്ടിരിക്കുക. റീൽസ് എടുക്കുക, അല്ലെ നടന്നു പോണതോ കൂളിംഗ് ഗ്ലാസ് വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുക. ഇനി ഓവറായിട്ട് കാണിച്ച് ആൾക്ക് സിനിമ ലക്ഷ്യപ്പെടുന്ന നോക്കുന്നവർക്ക് നോക്കിയാണ് കിംബോയും കാസർഗോഡും ചെയ്യുന്നതെങ്കിൽ മാന്യമായിട്ട് ചെയ്യുക. പിന്നെ അവരുടെ സ്വന്തം റീൽസിൽ ഇപ്പോൾ കാസർഗോഡ് പിന്നെയും പക്കത്ത് കാണിക്കുന്നുണ്ട് മനോജ്. കാരണം കുറച്ച് നടിമാരെ കൊണ്ടുവന്നിട്ട് ഡാൻസ് ചെയ്യുന്ന നടിമാരെ കൊണ്ടുവന്നിട്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. പുതുമയുണ്ട്. കാരണം അവർക്ക് കോമാളി ബീച്ച് ഉണ്ടായിട്ടും അവരെ കളിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നിന്നെയും ചോദിക്കാറുണ്ട്, ഇനി വനിതയിൽ ഇനി റിവ്യൂ പറയാൻ വരുമോ? അടുത്തായിട്ട് വരാൻ പോകുന്നുണ്ട് സിനിമയ്ക്ക് റിവ്യൂ പറയാൻ. ഇപ്പൊ ടെർബോയ്ക്ക് താങ്കളെ കണ്ടില്ല, പിന്നെ വന്നു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നുള്ള പേടി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേടിയൊന്നുമില്ല. ഇന്ത്യൻ ടൂരൊക്കെ വരാൻ നോക്കാം. ഇന്ത്യൻ ടൂര് നമ്മള് നേരത്തെ അത് വരും, ഞാൻ വന്നിരിക്കുമെന്ന് അറിയില്ല. വരാൻ പറ്റുകയാണെങ്കിൽ വരും. കോസ്റ്റ്യൂമിൽ വരാൻ ശ്രമിക്കാം. ലുക്ക് അത്ര ഇല്ലെങ്കിലും ഇന്ത്യൻ ടൂരിന്റെ ലുക്കിൽ വരാൻ ചെയ്തിട്ട് നരയൊക്കെ ഇട്ടിട്ട് വരും. നരയൊക്കെ ഇട്ടിട്ട് വരും. ട്രിം ഒക്കെ ചെയ്തിട്ട് നരയല്ല, ഒരു ടൈപ്പ് ഇതില് റിവ്യൂ പറയാൻ വേണ്ടി ഇല്ലാണ്ടുള്ള ചെറുപ്പം. അതാണ് ഞാൻ സിനിമക്കാലം കുറച്ചുകൂടി പക്വതയായിട്ട് മനസ്സിലായി. വെറുതെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റും. ഇന്ത്യൻ ടൂ ആണ് കാണാൻ പോകുന്നത്. ഇന്ത്യൻ ടൂ ആണ് കാണാൻ പോകേണ്ടത്. ശരിക്കും ഇന്ത്യൻ ടൂ കാണാൻ വേണ്ടി ബെൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ബെൻസാ? ഞാന് സ്വന്തമായിട്ട് മേടിക്കുന്നല്ല, നമുക്കൊരു ടീം അതിന്റെ ഒരു റെന്റല്ല ഫ്രീ ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് എന്നോട് റെക്കമെൻഡ് ചെയ്തിരുന്നത്, എന്നോട് പറഞ്ഞിരുന്നത് ബെൻസും BMW നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. മറ്റേ തിയേറ്ററിലേക്ക് പോകുമ്പോ മീഡിയാസ് വരാൻ പോണ നിൽക്കാനായിട്ട്, ഇറങ്ങാനായിട്ട്. കൽക്കി ഉണ്ടായിരുന്നോ? കൽക്കി കാണാൻ പറ്റില്ല, ടിക്കറ്റ് ഇല്ല, ഹൗസ്ഫുൾ ആയിട്ട്. ഇനിയിപ്പോ കാണാൻ എത്രയും ഡിമാൻഡ് വന്നിട്ട് ഇപ്പോഴും കാണാൻ തോന്നിയിട്ടില്ല. കൽക്കി ചിലപ്പോ ഇന്ന് വൈകുന്നേരം കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നില്ല. താങ്കളുടെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ ആൾക്കാർ എടുക്കുന്നില്ല. ഇപ്പൊ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ ഒരുപാട് വലിയൊരു ചാനൽസ് ഒക്കെ ഇന്റർവ്യൂ എടുത്തിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് എടുക്കാത്തതിന്റെ റീസൺ? എടുക്കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ABC മീഡിയ, പിന്നെ കോഡക്സ് മീഡിയയിലൊക്കെ ഇന്റർവ്യൂ വരുന്നുണ്ട്. ഷൂട്ടും കഴിഞ്ഞാണ്. അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ ഇന്റർവ്യൂവിലും. പല 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 മെയിൻ ചാനലുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3-4 ഇന്റർവ്യൂ ഇനി ചെയ്ത് തീർക്കാനുണ്ട് ഇനി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡെയിലി നമ്മൾ ഓരോ കണ്ടന്റ് വൈസ് ഇടുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. നമ്മൾ റീച്ച് നോക്കിയിട്ടാണ് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി വൈറലാണ്, പക്ഷെ ഓരോ കണ്ടന്റ് ഇട്ട് അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ തലവൻ കണ്ടതിനെ പറ്റി ചോദിച്ചു. ഇപ്പൊ ഇത്രയും നാളായിട്ട് തലവൻ കണ്ടില്ലേ, എന്തുകൊണ്ട് ഇപ്പൊ കണ്ടു ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ഷൈൻ ടോം ചാക്കോ ഒക്കെ പോലെ ഒരു ഇന്റർവ്യൂ ഫേമസ് ആവാനാണോ? ഫേമസ് ആവാനാണോ താല്പര്യം? റിപ്പീറ്റ്. ഷൈൻ ടോം ചാക്കോയും ധ്യാൻ ശ്രീനിവാസനൊക്കെ പോലെ ആ ഒരു ഇന്റർവ്യൂ വഴി ഫേമസ് ആവാനും കൂടിയാണ് പ്ലാൻ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം നടന്മാര് മാത്രം നിറഞ്ഞു നിന്നാൽ പോരല്ലോ. ഇപ്പോ പുതിയൊരു തലമുറയാണ് വാർത്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ 2023 തുടങ്ങി എന്റെ ഇന്റർവ്യൂസും എന്റെ റിവ്യൂസും ആണ്. എന്റെ ഷോർട്ട് ഫിലിംസ് കണ്ട് വളർന്നതാണ് ഇന്നത്തെ ചെറിയ ഈ കുട്ടികൾ മുതൽ എല്ലാവരും, കുട്ടികൾ മുതൽ ചെറുപ്പക്കാർ വരെ നമ്മുടെ ഇന്റർവ്യൂസ് കാണുന്നത്. പിന്നെ പ്രായമായ ആൾക്കാർ നമ്മളേക്ക് ചിലരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ചെറുപ്പക്കാർ ചിലരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സിനിമയിലും പല പല വ്യത്യാസങ്ങളില്ലേ. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടാറുണ്ടത്ര ഉണ്ടാവും. ചില സിനിമകളെ പറ്റി വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം. അത് അങ്ങനെ പോലെ സെക്സ് കണ്ടന്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് നമ്മളെ കാണുമ്പോഴും ചിലർക്ക് ഭയങ്കര ഭ്രമമാണ്. ഇപ്പോൾ റോട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് പൊതുവെ കൂടി പബ്ലിക് പ്ലേസിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പലരും ചിലർ ചിരിക്കാറുണ്ട്, ചിലര് കളിയാക്കി നോക്കാറുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, അവരൊന്നും നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ അല്ലല്ലോ. സ്വന്തക്കാര് വരെ ഈ റിവ്യൂവിൽ മുമ്പ് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന സംഭവങ്ങളെ വെച്ച് അവര് പുച്ഛത്തോടെ നോക്കാറുണ്ടായിരുന്നു, കളിയാക്കാറും ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറയാനുള്ളത്, നമുക്ക് അറിയാവുന്ന ഒരു ഫീൽഡ് അത് സിനിമയാണ്. സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മേഖലയിലേക്ക് എത്തപ്പെടണമെന്നായിരുന്നു. അത് ഏകദേശം അടുത്തടുത്ത് നടന്നു. കാരണം ഈ അടുത്ത് പുതിയ സിനിമകൾ ചെയ്തു. അറിഞ്ഞു.
ഇപ്പോ ലാലേട്ടന്റെ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏതാണെന്ന് അറിയോ? ഉണ്ട്, എമ്പുരാനുണ്ട്, ബറോസ് ഉണ്ട്. അപ്പോ ലാലേട്ടന്റെ ബ്രഹ്മാണ്ഡമായ 2 ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചു. അല്ല, പണ്ട് അഭിനയിച്ച 2020, 21, 22 ആ കാലഘട്ടത്തിൽ ചെയ്തു വെച്ചാ ബറോസിൽ ചെയ്തു. ബറോസിലൊരു ഡാൻസ് ആണ്, മാസ്ക് ഒക്കെ ഉണ്ടാവും, ഫേസ് കാണിക്കില്ല, മാസ്ക് വെച്ചോണ്ട് എല്ലാവർക്കും മാസ്ക് ഉണ്ട്, എനിക്ക് മാത്രമല്ല. അപ്പോ അതില് ഫിഗർ ഉണ്ട്. പിന്നെ റാമില് ഒരു ചെറിയൊരു അപ്പിയറൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമ ജൂലൈ 26 തിയേറ്ററിൽ മണികണ്ഠൻ പട്ടാമ്പിയും ടീമും മറിമാൻ ടീമാണ് ഒരുക്കുന്നത്. അപ്പൊ അതിലും ചെറിയൊരു നല്ല രീതിയിൽ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു പടം അതേപറ്റി പറയുന്നത് മുമ്പ് പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമയിലെ നമ്മുടെ ഡാഡി ഉണ്ടല്ലോ, ലോറൻസ് പെരേര. അപ്പൊ ഡാഡി തലകർച്ചതിന് ശേഷം സിനിമയിൽ തലകർച്ചതിന് ശേഷവും പിന്നെ മാലിക് എന്ന സിനിമയിലാണ് ആദ്യം അത്യാവശ്യം മുഖം വ്യക്തമായിട്ട് കാണിച്ചത്. പിന്നെ നമ്മുടെ കിരീടമില്ലാത്ത രാജാക്കന്മാരിലാണ് ഫസ്റ്റ്. പിന്നെ ഇതില് നമ്മുടെ പഞ്ചായത്ത് ചെട്ടിയിൽ അത്യാവശ്യം സീക്വൻസ് ഡാഡിനെ കൊണ്ട് പണിയെടുപ്പിച്ചു തന്നെ പറയാം. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ആൾക്കാർ അത്യാവശ്യം പ്രയത്നം കൊണ്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുത്തി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം സുധീർ പറവൂറിന്റെ കൂടി ഒപ്പമൊക്കെ അഭിനയിച്ചു. സുധീർ പറവൂറിന്റെ ഒപ്പമാണ് ഡാഡി കൊണ്ട് പഠിച്ചത് നടനെ, മിമിക്രി ആർട്ടിസ്റ്റായിട്ട് സുധീർ പറവൂർ. അപ്പൊ അവരോടൊക്കെ ഉള്ള ബന്ധം പുതുക്കാൻ പറ്റി കണ്ടപ്പോ ഡാഡിക്ക്. അപ്പൊ ഡാഡി നല്ല ലോറൻസ് പെരേര നല്ല രീതിയിൽ അഭിനയിച്ചൊരു പടമാണ്. കാരണം പഞ്ചായത്ത് ചെട്ടി. അപ്പൊ 26 കാണാൻ ശ്രമിക്കുക. പിന്നെ ബേസിന്റെ ഒരു പടത്തിലും ചെറിയൊരു അവസരം കിട്ടിയായിരുന്നു, നുണക്കുയി എന്ന പടത്തില്. അത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യണം. മനസ്സിലായോ? ചെറിയൊരു ഗെറ്റപ്പ് ചേഞ്ച് ഉള്ള ഒരു സംഭവങ്ങളാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കാണ്, ഒരുപാട് ഇന്റർവ്യൂസ്, ഒരുപാട് സെപ്റ്റംബറിൽ വലിയൊരു സിനിമ വരുന്നുണ്ട്. അതിനെ പറ്റി ഇപ്പൊ പറയാൻ പാടില്ല. ഇപ്പൊ കൂടുതൽ എല്ലാവരും കുറച്ച് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നുണക്കുകയും പഞ്ചായത്ത് ചെട്ടിയുമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ നോക്കുക. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലേക്ക് ഒരു പാട്ട് സീനിലൊരു മിന്നായം പോലെ കാണിച്ചപ്പോ തന്നെ ആൾക്കാർ പൊങ്ങി നിന്ന സാധനം തന്നെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പോ ഇത് പഞ്ചായത്ത് ചെട്ടിയിലേക്ക് നല്ലൊരു ഫ്രെയിമുള്ള സംഭവമാണ്. നുണക്കുയിലാണെങ്കിലും അതൊക്കെ ഒന്ന് കണ്ട് വിലയിരുത്താൻ നോക്കുക. അപ്പോ നമ്മളെ പബ്ലിക് ഫിഗർ ആയി കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പടങ്ങളിലും യൂസ് ആയിപ്പെടുന്നുണ്ട്. ഓക്കെ.